ഹലോ ഗൈസ്, ഇന്ന് ഞാൻ റെഡി ആയിട്ട് പോകാൻ പോകുന്നത് എൻ്റെ മദറിലോയുടെ വീട്ടിലേക്കാണ്. അവിടെ ഒരു വളകാപ്പ് ഫംഗ്ഷൻ ഉണ്ട്. അമ്മയുടെ ഏട്ടൻ്റെ മകൻ്റെ വൈഫിൻ്റെ. ഞങ്ങളവിടെ എത്തുമ്പോൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ചടങ്ങൊക്കെ എല്ലാ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ച് പലകയിലിരുത്തും, വേറൊരാളും കൂടി ഇരിക്കും. അങ്ങനെ ഇലയൊക്കെ വെച്ച് പിന്നെ അരി ഇരിക്കുക എന്നൊരു ചടങ്ങുണ്ട്. അരി ഇരിക്കാൻ ചടങ്ങ് അത്ര ഫെമിലിയർ ആയിരിക്കില്ല എല്ലാവർക്കും. പക്ഷേ ഇവിടെ കല്യാണത്തിനും ഇതുപോലെയുള്ള ഫങ്ഷൻസൊക്കെ അരി ഇരിക്കുന്ന ചടങ്ങുണ്ട്. അത് കഴിഞ്ഞിട്ട് വാഴയിലയിൽ ഉണ്ണിയപ്പം വെക്കും. പിന്നെ അതിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്ത് കഴിക്കും. അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്കറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വളകാപ്പ് ഫംഗ്ഷനാണ് ഈ നടക്കുന്നത്. ഇതെനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. മഞ്ഞൾ തേച്ച് കൊടുക്കാനും വളയിട്ട് കൊടുക്കാനും നല്ല രസമല്ലേ. അങ്ങനെ അടുത്ത് എൻ്റെ ടേണാണ്. ഞാൻ ലഡു കൊടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ഞാൻ കുറച്ച് മാത്രമേ മഞ്ഞൾ തേച്ചുള്ളൂ. എനിക്ക് അധികം വാരി തേക്കാനൊന്നും തോന്നിയില്ല. പിന്നെ വളയിട്ട് കൊടുത്തു. ഒരു കയ്യിൽ ഗോൾഡ് ഇട്ടു, ഒരു കയ്യിലാണ് കുപ്പി വളയിട്ടത്. അതുകൊണ്ട് അവളുടെ കൈ നിറയെ വളയായി. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ കളർഫുള്ളായിട്ട് കുപ്പിവള കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ചെറിയൊരു കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. നെയ്ച്ചോറും ചിക്കൻ കറിയായിരുന്നു. ഇതാണ് ഞങ്ങളുടെ വല്യമ്മ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മ. വല്യമ്മ ഞാനും ഭയങ്കര സിങ്കായിരുന്നു. വല്യമ്മ ഞാനും ഒരുപാട് നേരം സംസാരിച്ചിരുന്നു, കുറേ ചിരിച്ചു. വല്യമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു. പഴയ കഥകളായിരുന്നു കൂടുതലും പറഞ്ഞത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടി. എനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് വല്യമ്മയുടെ സംസാരം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.